ഹായ്, ഇത് വാഷിഫൈയുടെ എടവണ്ണപ്പാറ മലപ്പുറം ജില്ലയിലെ യൂണിറ്റാണ്. ബയോപ്ലസ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇത് നമ്മുടെ മിഡിലായിട്ടുള്ള ഒരു ലൈവ് ഡ്രൈ ക്ലീനിങ് സ്റ്റുഡിയോ മോഡലാണ്. ഇതിനകത്ത് നമുക്ക് ഏകദേശം 9 മെഷീനറികൾ വരുന്നുണ്ട്. റിയൽ ഡ്രൈ ക്ലീനിങ്, അതിൻ്റെ ഡ്രയർ, അത് വെറ്റ് ക്ലീനിങ് മെഷീൻ, അതിൻ്റെ ഡ്രയർ, ഷൂ ക്ലീനിങ്, അതിൻ്റെ ഡ്രയേഴ്സ്, ഫ്ലാറ്റ് വർക്ക് അയണർ, അയണിങ് ടേബിൾ തുടങ്ങിയിട്ടുള്ള 9 മെഷീനറികളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇത് ഒരു ലൈവ് ഡ്രൈ ക്ലീനിങ് സ്റ്റുഡിയോ ആ മോഡലാണ് നമുക്ക് വരിക. ഇതിന് ഒരു 700 to 1000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ഒരു യൂണിറ്റ് ഉണ്ടാകുന്നത്. സാധാരണ നമ്മളൊരു ഡ്രൈ ക്ലീനിങ് സെൻറ്ററിൽ കൊണ്ട് തുണി കൊടുത്തിട്ടുണ്ടെങ്കിൽ വരാറ് ഒരു 10 ദിവസം കഴിഞ്ഞ് അല്ല 5 ദിവസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞൊരു ബില്ല് തന്ന് തരുവാണ്. നമുക്ക് ഇവിടെ അങ്ങനെയല്ല. ലൈവായിട്ട് കസ്റ്റമർ ഫ്രണ്ടിൽ ഡ്രൈ ക്ലീനിങ് ചെയ്ത് വിത്തിൻ 3 hours നമുക്ക് ഡെലിവറി കൊടുക്കാം ഈ ഒരു സിസ്റ്റത്തിൽ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രീമിയം ചാർജസ് ഉണ്ടാവും, അതല്ലെങ്കിൽ എക്സ്ട്രാ ചാർജസ് വരും അർജൻറ്റ് സർവീസിന്. എന്നിരുന്നാലും നിങ്ങൾക്ക് എത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണോ അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സർവീസ് അവൈലബിൾ ചെയ്യാൻ കഴിയും ഇതിനകത്ത്. ഇത് 10 കിലോ കപ്പാസിറ്റിയിലെ ഹൈഡ്രോ കാർബൺ മെഷീനാണ്. ഇത് വെള്ളം യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇത് ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്ന റിയൽ ഡ്രൈ ക്ലീനിങ് മെഷീൻ, ഇപ്പോൾ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇതിനകത്ത് സോൾവെൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് വൈറ്റ് ക്ലോത്തിൻ്റെ സോൾവെൻറ്റും ഇത് കളേർഡ് തുണികൾക്കുള്ള സോൾവെൻറ്റുമാണ്. ഇത് വൺസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് 200 ലിറ്റേഴ്സ് ആണ്. 200 ലിറ്റേഴ്സ് ഫില്ല് ചെയ്യുന്നത് കളർ ക്ലോത്ത്സിന് 100 ലിറ്ററും വൈറ്റ് ക്ലോത്ത്സിന് 100 ലിറ്ററും. അപ്പോൾ കളർ ക്ലോത്ത്സ് നമ്മൾ ഇടുമ്പോൾ ഈ ഒരു ചേമ്പറിൽ നിന്ന് ലിക്വിഡ് വന്ന് ഇതിനകത്ത് വന്ന് ക്ലീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും അവിടെ തന്നെ പോയി സ്റ്റോർ ആകും. അതേപോലെ വൈറ്റ് ക്ലോത്ത്സ് ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഫ്ലൂയിഡ് വന്ന് മെഷീനകത്ത് പോയി വൈറ്റ് ക്ലോത്ത്സ് ക്ലീൻ ചെയ്ത് വീണ്ടും അവിടെ തന്നെ ഫിൽട്ടർ ചെയ്ത് സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ഈ മെഷീൻ്റെ വർക്ക് കംപ്ലീറ്റ് നടക്കുന്നത്. ഇതിനകത്ത് വെള്ളം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കില്ല. ഡ്രൈ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന എന്തോ ഒരു പ്രോസസ്സ് എന്നാണ്. പിന്നെ ആരും തന്നെ കസ്റ്റമർ ഫ്രണ്ടിൽ ആ ഒരു പ്രോസസ്സ് കാണിക്കാറില്ല. ഇതെന്ന് പറയുമ്പം റിയലായിട്ട് നമ്മൾ ഫോറിൻ കൺട്രികളിൽ അതുപോലെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഉപയോഗിക്കുന്ന ആ റിയൽ ടെക്നോളജിയാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കളർ പോകുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കളർ ബ്ലീഡ് ആകാവുന്ന അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് ഒള്ളി എന്ന് പറഞ്ഞു വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിനകത്ത് വെള്ളമല്ല ഉപയോഗിക്കുക, സോൾവെൻറ്റുകളാണ് എപ്പോഴും ഉപയോഗിക്കുക. വെള്ളം എന്നത് ഈ മെഷീനായിട്ട് കണക്ട് ചെയ്ത് ആയിട്ടുള്ളൊരു വിഷയമേ അല്ല. ഇത് ഫുൾ ആൻഡ് ഫുള്ള് ഈ മെഷീനിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇത് വാഷിഫൈയുടെ ബ്രാൻഡിൻ്റെ ഇനിയൊരു മെഷീനാണ്. അതായത് ഡ്രയറാണിത്. ശരിക്കും ഡ്രയർ എപ്പോഴും നമുക്ക് വെള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രയറായിരിക്കും, അതുപോലെ സോൾവെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു ഡ്രയറായിരിക്കും. പക്ഷെ നമ്മുടെ ഈ മെഷീനെ സംബന്ധിച്ച് രണ്ടിനും ഒരു സിംഗിൾ ഡ്രയറും മതി. കാരണം ഇതിനകത്ത് 2 പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിൽ കഴുകുന്ന തുണികൾക്ക് ഡ്രൈ ചെയ്യാനും, ഇനി ഒന്ന് സോൾവെൻറ്റിൽ കഴുകുന്ന തുണികൾക്ക് ഡ്രൈ ചെയ്യാനും. 2 പ്രോഗ്രാമും ഈ മെഷീനിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വാക്യൂം ടേബിളാണ്, വാക്യൂം അയണിങ് ടേബിളാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്യൂമും അതുപോലെ സ്റ്റീമുമാണ്. സ്റ്റീം ഇങ്ങനെ വരും. ഈ സ്റ്റീമും ഇതിൽ അപ്ലൈ ചെയ്യുന്ന വാക്യൂമുമാണ് നമുക്ക് അപ്ലൈ ആകുന്നത്. അല്ലാതെ ഇതിനകത്ത് സാധാരണ തുണി തേക്കുന്നവർ ചെയ്യുന്നത് വെയിറ്റും ഹീറ്റുമാണ് തുണി വിരിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ വാക്യൂമും സ്റ്റീമുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മെഷീൻ്റെ. ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്തിന് ലൈഫ് കൂടുതലാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പെട്ടിക്കകത്ത് നമുക്ക് കറണ്ടോ ചൂടോ വരാത്തതുകൊണ്ട് ഇത് തുണിയുടെ മുകളിൽ വെച്ചിട്ട് മറന്നിട്ട് പോയാലും ഇതിന് നമുക്ക് കത്ത് പിടിക്കുമല്ലോ, തുണിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്യില്ല. ഇതിനകത്ത് ഈ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വാക്യൂമാണ് അപ്ലൈ ആവുന്നത്. മുകളിൽ നിന്ന് സ്റ്റീമും താഴെ നിന്ന് വാക്യൂം അപ്ലൈ ആവും. അതുകൊണ്ടാണ് തുണി വിരിഞ്ഞു വരുന്നത്, അല്ലാതെ ചൂടോ ഹീറ്റോ കൊണ്ടല്ല. ഇത് നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെറ്റ് ക്ലീനിങ് മെഷീനാണ്. വെറ്റ് ക്ലീനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്തേക്ക് നമ്മൾ തുണി ഇടുമ്പം എത്ര കിലോ തുണി ഇട്ടിട്ടുണ്ടെന്ന് ഈ മെഷീനാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് എത്ര ലിക്വിഡ്, ഈ ഇട്ട തുണിക്ക് ഇത്ര കിലോ വെയിറ്റിന് ഇത്ര ലിക്വിഡ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ മെഷീനാണ്. മെഷീൻ ഇന്ന് നമ്മുടെ ബാക്കിൽ ക്യാനുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിന് വേണ്ട വെള്ളവും അതുപോലെ തന്നെ മെഷീൻ തന്നെ എത്ര വേണമോ അത് സെലക്ട് ചെയ്തിട്ട് അതാണ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു അലാം തരും. അപ്പോഴാണ് നമ്മളിത് തുറക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിലേക്ക് ഒന്നും പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ മെഷീനകത്ത് ഫുള്ള് വാഷിങ്, ഓരോ പ്രോഗ്രാം മാത്രം സെലക്ട് ചെയ്യുക, ഓൺ ചെയ്ത് വിടുക, അത്രേ ഇതിനകത്ത് ചെയ്യേണ്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മൾക്ക് മാൻ പവർ കൊണ്ട് വലിയ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത് നമ്മുടെ ഷൂ ക്ലീനിങ് മെഷീനാണ്. എല്ലാ വിധത്തിലുള്ള ഷൂസുകളും ഹെൽമെറ്റുകളും എല്ലാം നമുക്ക് ഇതിനകത്ത് ക്ലീൻ ചെയ്യാം.
അതിൻ്റെ ഈച്ച് ബ്രഷുകൾ ഓരോ പാർട്സിന് വേണ്ടിയിട്ടുള്ള ബ്രഷുകളാണ്. അത് വെച്ചാണ് നമ്മൾ ഓരോ ഷൂസും ക്ലീൻ ചെയ്യുന്നത്. ഉള്ളിലേക്കുള്ളതും അതിൻ്റെ സോഫ്റ്റും ഹാർഡുമായിട്ടുള്ള പല വിധത്തിലുള്ള ബ്രഷുകൾ ഇതിനകത്തുണ്ടാവും. അത് വെച്ചാണ് നമ്മളിത് ഷൂസ് ക്ലീൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷൂ ക്ലീനിങ് മെഷീൻ. വാഷിഫൈയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇനിയൊരു മെഷീനാണ് ഫ്ലാറ്റ് വർക്ക് ഡ്രയർ അയണർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്ലാറ്റ് സർഫസിലുള്ള എല്ലാ ക്ലോത്തുകളും നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സാരി, മുണ്ട് തുടങ്ങിയ തുണികളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർച്ച് ചെയ്ത് ഡ്രൈ ചെയ്ത് അയണായി നമുക്ക് പുറത്ത് വരും. എടുത്ത് മടക്കിയാൽ മാത്രം മതി. കാരണം ഒരുപാട് സമയം ഓരോ മാൻ പവറും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വർക്കാണ് സാരി അതുപോലെ മുണ്ടുകൾ ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ഷൂസിൻ്റെ ഡ്രയറാണ്. ഇത് അൾട്രാ വയലറ്റ് വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു മോഡലാണ്. അതിൽ ഹീറ്ററും വരും, ബ്ലോവർ വരും, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് വരും. ഇത്രയും വന്നിട്ടാണ് ഈ ഷൂസ് ഉണക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. ഇത് ഇങ്ങനെ അൾട്രാ വയലറ്റ്, ബ്ലോവർ, ഹീറ്റ് 2 മണിക്കൂറാണ് 20 പെയർ ഷൂ ഉണങ്ങാൻ നമുക്ക് ഇത് വേണ്ട സമയം. ഇതിൽ എല്ലാ ടൈപ്പ് ഷൂസും അതുപോലെ ഹെൽമെറ്റുകളും നമുക്ക് വെക്കാം. ഇവിടെയാണ് ഹെൽമെറ്റുകൾ വെക്കുക. അത് ഹെൽമെറ്റിനകത്തൊക്കെ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് ജെംസൊക്കെ ഒരുപാട് രോഗാണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ അൾട്രാ വയലറ്റ് വയ്ക്കുന്നത്. ഇതിനകത്ത് ഷൂസ് വയ്ക്കും. എല്ലാ ടൈപ്പ് ഷൂസുകളും നമുക്ക് ഇതിനകത്ത് ഉണക്കിയെടുക്കാൻ കഴിയും. വാഷിഫൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ പുറത്തിരിക്കും. ഇവിടുത്തെ CRM കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇവിടെ ഒരു ഷെൽഫ് അസൈൻഡ് ചെയ്യുന്ന ഒരു വിധത്തിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ വാഷിഫൈയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് അവരുടെ ക്ലോത്ത്സെല്ലാം ചെക്ക് ചെയ്ത് അവരുടെ ഫോൺ നമ്പറും അതുപോലെ അവരുടെ പേരും വെച്ച് ഒരു ബുക്കിംഗ് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവരുടെ പെർഫോമ ഇൻവോയ്സും ഒരു മെസ്സേജ് വാട്സപ്പിൽ ഷെയർ ആകും. അത് അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രോസസ്സിന് എടുക്കുക. അപ്പോൾ നമുക്ക് റിസീവ് എന്ന് കാണിക്കുമ്പോൾ ഇതേപോലെ ഒരു ടാഗ് ജനറേറ്റ് ആയി വരും. ഇതുപോലത്തെ ടാഗ്. ഈ ടാഗിൽ QR ഉണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. വാഷിംഗ് എന്നാണെങ്കിലും ഇനി ക്ലീനിങ്, എന്ത് ക്ലീനിങ് പ്രോസസ്സ് ആണെങ്കിലും അതിലേക്ക് പോവുക. ആ ക്ലീനിങ് കഴിഞ്ഞ ഉടനെ അടുത്തത് അയണിങ് ആണെങ്കിൽ അവിടെയും ഒരു സ്കാൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് അടുത്ത ഇത് സ്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അയണിങ് ആയി എന്നുള്ളത്. അയണിങ്ങും കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് പാക്കിംഗ് ആണ്. ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. കസ്റ്റമർക്കും അവരുടെ ഫോൺ നമ്പറും അതുപോലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തുണി അല്ലെങ്കിൽ അവർ തന്ന ആക്സസറി ഏത് ഘട്ടത്തിലാണ്, ഏത് പ്രോസസ്സിലാണെന്ന് അറിയാൻ കഴിയും. ഇനി വാഷിഫൈയിൽ നമുക്ക് ഡ്രൈ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 വിധത്തിലുള്ള പ്രോസസ്സുകളുണ്ട്. ഒന്ന് നോർമൽ ഡ്രൈ ക്ലീനിങ് ഉണ്ട്, ഒന്ന് പ്രീമിയം ഡ്രൈ ക്ലീനിങ് ഉണ്ട്. നിങ്ങളുടെ നോർമൽ ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് നോർമൽ ഡ്രൈ ക്ലീൻ എടുത്താൽ മതി. ഉദാഹരണത്തിന് ഒരു ഷർട്ടൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഡ്രൈ ക്ലീനിങ് 55 രൂപയ്ക്ക് ചെയ്തിട്ട് പോകാം. റിയൽ ഡ്രൈ ക്ലീനിങ് ഇതേ മെഷീനിൽ. അതേ സെയിം വേ നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് പ്രീമിയം സർവീസിലെടുത്തിട്ട് അതിനണ്ട് 120 റുപ്പീസ് നമുക്ക് ചാർജ് വരുന്നുള്ളൂ. എല്ലാ പ്രീമിയം ക്ലോത്ത്സുകളും പ്രീമിയം കെയർ എടുത്ത് പ്രീമിയം പാക്കിങ്ങിൽ നിങ്ങൾക്ക് വരും. അത് നമുക്ക് ഒരു ഷർട്ടിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നോർമൽ ഡ്രൈ ക്ലീനിന് 55 രൂപയും പ്രീമിയം ആണെങ്കിൽ 120 റുപ്പീസും. നിങ്ങളുടെ ക്ലോത്ത് ഏത് കാറ്റഗറിയിലാണോ, പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം സർവീസ് എടുക്കാം, നോർമൽ ആണെങ്കിൽ നോർമൽ സർവീസ് എടുക്കാം. ഇത് രണ്ടും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആക്സസറികളിലും അത് തന്നെ. ഇപ്പോൾ ഷൂസ്, ബാഗ്സ് തുടങ്ങിയ ആക്സസറികളിലും പ്രീമിയവും നോർമലും നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത്. വാഷിഫൈയിൽ നമ്മൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സൊല്യൂഷനുകൾ മാത്രമാണ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് ജർമ്മൻ കമ്പനിയായിട്ടുള്ള സൈറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൊല്യൂഷൻസ് ആണ് നമ്മളെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗ്രീൻ കാറ്റഗറിക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഒരു യൂണിറ്റിൽ വരുന്നില്ല. തുണികൾക്കും അത് ഹാംഫുൾ അല്ലാത്ത, അതായത് നമുക്ക് ഹാംഫുൾ അല്ല മാത്രമല്ല പ്രകൃതിയിലേക്ക് നമ്മൾ ഒഴുക്കി വിട്ടാൽ പോലും അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു സൊല്യൂഷനും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല വാഷിങ്ങിനായിട്ട്. എല്ലാം ഈ ബയോഡിഗ്രേഡബിൾ സൊല്യൂഷനുകളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി വാഷിഫൈയുടെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ ഒരു മോഡലാണ്. ഇത് എടവണ്ണപ്പുറം മലപ്പുറത്തെ ഒരു മോഡലാണ് ബയോപ്ലസ് എന്നുള്ളത്. ഈ ബയോപ്ലസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് 700 to 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ, മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ബിൽഡിംഗ് വേണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ 38.8 lakhs പ്ലസ് GST ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഈ പറയുന്ന എല്ലാ മെഷീനറികളും അതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പം ഒരു 9 മെഷീനറികൾ ഉണ്ടാവും. ഡ്രൈ ക്ലീനിങ് ഉണ്ടാവും, അതിൻ്റെ ഡ്രയർ ഉണ്ടാവും. വെറ്റ് ക്ലീനർ ഉണ്ടാവും, അതിൻ്റെ ഡ്രയർ ഉണ്ടാവും. ഷൂ ക്ലീനിങ് മെഷീൻ ഉണ്ട്, അതിൻ്റെ ഡ്രയർ ഉണ്ട്. ഫ്ലാറ്റ് വർക്ക് അയണർ, അയണിങ് ടേബിൾസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മെഷീനറികളും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ
വൺസ് നമ്മൾ ഫ്രാഞ്ചൈസി ഒരാൾ എഗ്രിമെൻ്റ് ചെയ്യുന്നത്, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഒരു എൻഡ് ടു എൻഡ് സപ്പോർട്ട് എല്ലാ ഫ്രാഞ്ചൈസീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.